ഹായ്, നവീൻ ഇൻസ്പയേഴ്സ് ദ ട്രാൻസ്ഫോർമേഷണൽ കോച്ച്. ഒരു അൺസ്റ്റോപ്പബിൾ വിന്നറായി മാറാൻ ആഗ്രഹമുണ്ട്. ഏത് മേഖല ആയിക്കൊള്ളട്ടെ, ഒരു പ്രൊഫഷണൽ ആണെങ്കിലും, അതല്ല നിങ്ങളൊരു ചാമ്പ്യൻഷിപ്പിന് പോകുന്ന വ്യക്തിയാണെങ്കിലും, നിങ്ങളൊരു ആർട്ടിസ്റ്റ് ആണെങ്കിലും, ഏത് മേഖലയിലെ ഒരു വ്യക്തിയാണെങ്കിലും ഒരു അൺസ്റ്റോപ്പബിൾ വിന്നറായി മാറണമെങ്കിൽ, അതായത് തടയാൻ പറ്റാത്ത നിശ്ചയദാർഢ്യമുള്ള ഒരു വ്യക്തിത്വം കൈവരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആർജിച്ചു കൂട്ടേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നമ്പർ 1, സ്ട്രെങ്തൻ യുവർ സെൽഫ്. നിങ്ങളെ കൂടുതൽ കരുത്തനാക്കി മാറ്റുക. കരുത്തനാക്കി മാറ്റുക എന്ന് പറയുമ്പോൾ എങ്ങനെയൊക്കെ കരുത്തനായി മാറണമെന്ന് തിരിച്ചറിയും. ഒന്നാമതായി നമ്മുടെ ശരീരത്തിന്റെ കരുത്ത് കൂട്ടാൻ വേണ്ട എക്സസൈസുകൾ, വ്യായാമ മുറകൾ, അതൊക്കെ പ്രാക്ടീസ് ചെയ്യുകയും കൃത്യമായ രീതിയിൽ നമ്മുടെ ശരീരത്തെ കല്ലുപോലാക്കി മാറ്റുകയും ചെയ്യുക എന്നുള്ളതാണ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. കാരണം നല്ലൊരു ശരീരം ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കോൺഫിഡൻസ് കൂടും. സ്ട്രെങ്തൻ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ വിജയിക്കാനായുള്ള കുതിപ്പ് തുടർച്ചയായി ചെയ്യാൻ കഴിയുള്ളൂ. അല്ലാത്ത പക്ഷെ അദ്ദേഹം കിതയ്ക്കും. സോ ശരീരത്തെ കരുത്തമാക്കി മാറ്റുന്നതിനോടൊപ്പം മനസ്സിന് കരുത്തുണ്ടാക്കുക, അതേപോലെ തലച്ചോറിന് കരുത്തുണ്ടാക്കുക. ഈ 3 ഡയമെൻഷനിലും കരുത്തുണ്ടാക്കുക എന്നുള്ളതാണ് ഒരു അൺസ്റ്റോപ്പബിൾ വിന്നറായി മാറാൻ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം. 2, ലീഡർഷിപ്പ്. ഒരു നേതൃത്വ ഗുണം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ നേതൃത്വ ഗുണം ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ ആരാണ് ഒരു നേതാവെന്ന് ആദ്യം നമ്മൾ തിരിച്ചറിയണം. ഇപ്പോൾ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കൂട്ടം വ്യക്തികൾ അവർ ഭയന്ന് നിൽക്കുകയാണ്. അവർക്കൊരു പെർട്ടിക്കുലർ ഡെസ്റ്റിനേഷനിലേക്ക്, ഒരു പെർട്ടിക്കുലർ സ്ഥലത്തേക്ക് എത്തിപ്പെടണം. ആ സ്ഥലത്തേക്ക് അവർക്ക് ഒറ്റയ്ക്ക് പോകാൻ കഴിയില്ല, പേടിയാണ്. ഇങ്ങനെ പേടിച്ചിരിക്കുന്ന സമയത്ത് ആരാണോ അവരെ സഹായിക്കുന്നത് അവനാണ് നേതാവ്. ഒരുപക്ഷെ ഇപ്പൊ സെയിൽസ് ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലേ? സെയിൽസ് എന്ന് പറയുന്ന ആ ഒരു പെർട്ടിക്കുലർ സയൻസ് അല്ലെങ്കിൽ ആർട്ട്, അത് പഠിക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് സെയിൽസ് ചെയ്യാൻ കഴിയുന്നില്ല എന്നൊരാൾ വിചാരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ക്ലോസിങ് ചെയ്യാൻ എനിക്ക് നടക്കുന്നില്ല എന്ന് വിചാരിക്കുമ്പോൾ അദ്ദേഹത്തെ ക്ലോസിങ് ചെയ്യാനുള്ള സ്കിൽ ഉണ്ടാക്കി കൊടുക്കുന്ന ആളായിരിക്കും അദ്ദേഹത്തിന്റെ നേതാവ്. അതല്ലെങ്കിൽ പൊതുവേദി സംസാരിക്കാനുള്ള ഒരു പേടിയാണ് ഒരാൾക്കുള്ളത്. ആ സമയത്ത് പൊതുവേദിയിൽ സംസാരിക്കാനുള്ള കഴിവ് അദ്ദേഹത്തിന് ഉണ്ടാക്കി കൊടുക്കുന്ന വ്യക്തി അദ്ദേഹമായിരിക്കും നേതാവ്. ഭയമുള്ള സ്ഥലത്തേക്ക് ആരാണോ കൊണ്ടുപോകുന്നത് അദ്ദേഹത്തെ വിളിക്കുന്ന പേരാണ് നേതാവ്. അപ്പൊ എൻ്റെ ചോദ്യം ഇതാണ്. ആദ്യം, നിങ്ങൾക്ക് ഭയമുണ്ടോ? നിങ്ങൾക്ക് ഭയം ഉണ്ടെങ്കിൽ ആ ഭയത്തെ ആദ്യം അതിജീവിക്കണം. കാരണം വിജയിച്ചവരെല്ലാവരും ധീരന്മാരാണ്. ഈ ധീരന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേടിയില്ലാത്തവർ നല്ല അർത്ഥം. പേടി ഉണ്ടായിട്ടും ആ കാര്യം വീണ്ടും വീണ്ടും ചെയ്ത് ആ ഭയത്തെ അതിജീവിച്ചവർ എന്നാണ് അർത്ഥം. അതുകൊണ്ട് ഫിയർലെസ് ആയി മാറുക, നല്ലൊരു ലീഡറായി മാറുക എന്നുള്ളതാണ് നാം അൺസ്റ്റോപ്പബിൾ വിന്നറായി മാറാൻ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം. 3, ബി അസേർട്ടീവ്. അസർട്ടീവായ ഒരു വ്യക്തിത്വം ഉണ്ടാക്കി മാറും. എന്താണ് അസേർട്ടീവ് എന്ന് പറഞ്ഞാൽ? ഒരു കാര്യം 1000 തവണ പിന്നെയും തന്നെയും പറഞ്ഞുകൊണ്ടിരിക്കണവനല്ല അസേർട്ടീവ്. ഒരു കാര്യം ഒറ്റത്തവണ പറയും. ആ പറയുന്ന പറച്ചിലിൽ കൊള്ളേണ്ട സ്ഥലത്ത് കൊള്ളും. അവനെ വിളിക്കുന്ന പേരാണ് അസേർട്ടീവ്. ഇനി അവൻ അസേർട്ടീവ് ആവാൻ പറ്റാത്ത സാഹചര്യം വരുന്ന സമയത്ത് അവൻ പിന്നെ അവിടെ കൂടുതൽ സംസാരിക്കാൻ നിൽക്കില്ല, അവരുമായി ഇടപെടാൻ നിൽക്കില്ല, അവൻ ബാക്കി കാര്യങ്ങളുമായി മുൻപോട്ട് പോകും. സോ ബി അസേർട്ടീവ്. അസേർട്ടീവ് ആയ ഒരു വ്യക്തിക്ക് മാത്രമേ ഒരു അൺസ്റ്റോപ്പബിൾ വിന്നറാകാൻ കഴിയുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളൊരു കാര്യം ഒരു വ്യക്തിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുകയാണ്. 1000 തവണ പറഞ്ഞിട്ടും ആ വ്യക്തിക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കാര്യം മനസ്സിലാവില്ല. അപ്പൊ അങ്ങനെയുള്ള ആളുകളുടെ അടുത്ത് സംസാരിച്ച സമയം കളയാതെ ഒരു വിന്നർ ആവണമെന്നുണ്ടെങ്കിൽ മറ്റ് കാര്യങ്ങളിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യാനും അവിടെ ശക്തമായ രീതിയിൽ പ്രവർത്തിക്കാനും തയ്യാറാവണം. അസർട്ടീവായ വ്യക്തിയുടെ അതോറിറ്റി എന്ന് പറയുന്നത് ഹയർ എൻഡിലായിരിക്കും. ആ വ്യക്തി പറയുന്ന ഓരോ വാക്കുകളിലും ഒരു അതോറിറ്റി കാണും. അതുകൊണ്ട് തന്നെ ഇംപ്ലൈഡ് പവർ എന്നാണ് പറയുന്നത്. ഒരു ഓട്ടോമാറ്റിക്കലി ആ വാക്കുകൾക്കുള്ളിൽ തന്നെ ഒരു പവർ ഉള്ളതുപോലെ ആയിരിക്കും അസേർട്ടീവ് ആവുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് സംഭവിക്കുന്നത്. സോ 3ാമത് പ്രധാനമായിട്ടും നാം ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തമാണ് അസേർട്ടീവായ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അസേർട്ടീവായ രീതിയിൽ പെരുമാറാനും ഒക്കെ തയ്യാറാവുക. 4, ടേക്ക് മെന്റർഷിപ്പ്. ഒരു മെന്റർ എല്ലാ വ്യക്തികൾക്കും ആവശ്യമാണ് അല്ലേ? കാരണം എന്താണ്? നമ്മൾ മുൻപോട്ട് പോകുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് നമ്മളെ വേണ്ടത്ര രീതിയിൽ ഒബ്സർവ് ചെയ്യാൻ കഴിയണമെന്നില്ല. അതായത് നാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, നാം എങ്ങനെ ചെയ്തപ്പോഴാണ് റിസൾട്ട് കിട്ടിയത്, നാം എങ്ങനെ ചെയ്തപ്പോഴാണ് റിസൾട്ട് കിട്ടാത്തത്, ഇത് പലപ്പോഴും നമുക്ക് കണ്ടെത്താൻ കഴിയണമെന്നില്ല. കാര്യം നമ്മൾ ഒറ്റ ഫോക്കസിൽ ഒരു കാര്യം ടാർഗറ്റ് ചെയ്ത് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഈ സമയത്ത് രണ്ടാമതൊരാൾക്ക്, നമ്മളല്ലാത്ത മറ്റൊരാൾക്ക് നമ്മൾ കൃത്യമായി ഒബ്സർവ് ചെയ്യാനും പറഞ്ഞു തരാനും കഴിയും. അങ്ങനെ പറഞ്ഞു തരാൻ കഴിവുള്ള വ്യക്തികളെ നമ്മൾ വിളിക്കുന്ന പേരാണ് മെന്റർ.
നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് കറക്റ്റായി പോണത്, നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ എന്തൊക്കെയാണ് റോങ് ആയി പോണത്, ഇതൊക്കെ കൃത്യമായി പറഞ്ഞു തന്ന് നമ്മളെ ഓരോ സ്റ്റെപ്പും മുൻപോട്ട് വെച്ചടി മുൻപോട്ട് കുതിച്ചു പോകാൻ സഹായിക്കുന്ന വ്യക്തിത്വമാണ് മെന്റർ എന്ന് പറയുന്നത്. സോ നല്ലൊരു മെന്റർഷിപ്പ് ഉണ്ടെങ്കിൽ അത് ഗുണകരമാണ്. ഒരുപക്ഷെ നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കൂട്ടുകാരനായിരിക്കാം നമ്മുടെ മെന്റർ, അതല്ലെങ്കിൽ നമ്മുടെ ഗുരുസ്ഥാനത്ത് കാണുന്ന ഒരു വ്യക്തി ആയിരിക്കാം മെന്റർ. ചില ആളുകളെ സംബന്ധിച്ച് അവരുടെ അച്ഛനോ അമ്മയോ ഒക്കെ ആയിരിക്കും അവരുടെ മെന്റേഴ്സ്. എപ്പോഴും മെന്റർ വേണം, നിർബന്ധമാണ്. ഒരു മെന്റർ ഉണ്ടെങ്കിൽ അദ്ദേഹം നമ്മുടെ മൂന്നാം കണ്ണായി പ്രവർത്തിക്കും. നമ്മുടെ രണ്ട് കണ്ണിന് കാണാൻ പറ്റാത്ത കാര്യങ്ങൾ അദ്ദേഹം കണ്ടെത്തി നമുക്ക് പറഞ്ഞു തരും. അത് മുൻപോട്ടുള്ള യാത്രയ്ക്ക് ഒരുപാട് ഉപകാരപ്രദവുമാവും. 5, പെർസിസ്റ്റൻസ്. ഒരുപാട് വീഡിയോകളിൽ നമ്മൾ പറഞ്ഞ വാക്കാണ് പെർസിസ്റ്റൻസ്. പെർസിസ്റ്റൻസ് എന്ന് പറയുന്നത് നൈരന്തര്യമായി കാര്യങ്ങൾ ചെയ്യുന്ന ആ ഒരു ശീലം, തുടർച്ചയായി കാര്യങ്ങൾ ചെയ്യുന്ന ശീലം. എന്ത് കാര്യം എടുത്തു വേണമെങ്കിലും നോക്കിക്കോളൂ, ഏത് മേഖലയിൽ വിജയിച്ച വ്യക്തിയെ നോക്കിക്കോളൂ, അവരൊക്കെ പെർസിസ്റ്റന്റ് ആണ്. അവർക്ക് ആ കണ്ടിന്യൂറ്റി ഉണ്ട്. അവർ നിരന്തരമായി ആ കാര്യങ്ങൾ, ജീവിതത്തിൽ ഒരുപാട് സാഹചര്യങ്ങൾ വരും. പല സാഹചര്യങ്ങളും വരുന്ന സമയത്ത് തളർന്നു പോയെന്നിരിക്കും. പക്ഷെ തളർന്നു പോകുന്നിടത്തു നിന്ന് വീണ്ടും ഒരു റീബൗൺസ് ചെയ്ത് തിരിച്ചു വന്ന് പെർസിസ്റ്റന്റ് ആയിട്ട് എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് അത് മികച്ച രീതിയിൽ വീണ്ടും ചെയ്തുകൊണ്ടേയിരിക്കും. ഇപ്പൊ പെർസിസ്റ്റൻസ് അല്ലെങ്കിൽ നൈരന്തര്യ ബുദ്ധി ഏതൊരു വ്യക്തിയും ഉണ്ടാക്കേണ്ട ഒരു സ്കില്ലാണ്. ഇത് അടിസ്ഥാനപരമായി പെർസിസ്റ്റൻസ് എന്ന് പറയുന്ന പേഷ്യൻസുമായി കണക്ട് ചെയ്യുന്ന ഒരു വാക്ക് തന്നെയാണ്. ക്ഷമയോടുകൂടി ഹാർഡ് വർക്ക് ചെയ്യുക. അതായത് ഹാർഡ് വർക്കും ക്ഷമയും കൂടെ ചേരുമ്പോഴേ പെർസിസ്റ്റൻസ് ഉണ്ടാവുള്ളൂ. നമുക്ക് മനസ്സിന്റെ ഒരു പ്രത്യേകത എന്താണ്? എപ്പോഴും റെസിസ്റ്റൻസ് ആണ്. ഒരു കാര്യം ചെയ്യാൻ ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് 100 കണക്കിന് ന്യായങ്ങൾ നമ്മുടെ തലച്ചോറ് നമ്മൾ ചിന്തിക്കും. അത് ചെയ്ത കുഴപ്പമാവും, അത് ചെയ്ത വിജയിക്കും, അത് നടക്കുന്ന കാര്യമാണോ, ഇങ്ങനെ ചിന്തിച്ച് റെസിസ്റ്റ് ചെയ്യുന്ന ഒരു മനസ്സാണ് നമുക്കുള്ളത്. ആ റെസിസ്റ്റൻസിനെ പൊട്ടിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ ഒറ്റ ശക്തിക്ക് കഴിയുള്ളൂ, അത് പെർസിസ്റ്റൻസ് ആണ്. നിരന്തരമായി കാര്യങ്ങൾ ചെയ്യുന്ന നമ്മുടെ ഒരു സ്വഭാവ സവിശേഷതയാണ്. സോ അത് ആർജിച്ചെടുക്കുക എന്നുള്ളതാണ് അൺസ്റ്റോപ്പബിൾ വിന്നർ ആവാൻ ചെയ്യേണ്ട 5ാമത്തെ കാര്യം. 6, വിൻ ആറ്റിറ്റ്യൂഡ്. ഇത് ശ്രദ്ധിച്ചു നോക്കിക്കോളൂ, ഏത് മേഖലയിൽ വിജയിച്ച ആളുകൾക്കുള്ളൊരു പ്രത്യേക സവിശേഷ ക്വാളിറ്റിയാണ് വിൻ ആറ്റിറ്റ്യൂഡ്. എനിക്ക് മാത്രം വിജയിക്കണം, എൻ്റെ കാര്യങ്ങൾ മാത്രം നടക്കണം, ഞാൻ ഈ വികാരമായിരിക്കില്ല അൺസ്റ്റോപ്പബിൾ വിന്നറുടേത്. തൻ്റെ കൂടെയുള്ള ആളുകൾ കൂടി വിജയിക്കണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കും. അപ്പോ ഗുണം എന്താന്ന് വെച്ചാൽ, ഒരു വ്യക്തി അയാൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ 8 മണിക്കൂർ അല്ലെങ്കിൽ 10 മണിക്കൂർ അല്ലെങ്കിൽ 20 മണിക്കൂർ അല്ലെങ്കിൽ അങ്ങേയറ്റം 24 മണിക്കൂർ ആയിരിക്കും അവിടെ പ്രവർത്തനം നടക്കുന്നത്. പക്ഷെ അദ്ദേഹം പ്രവർത്തിക്കുന്ന കാര്യം ചുറ്റുവട്ടത്തുള്ള 100 പേർക്കൂടെ ഗുണമാണെങ്കിൽ ആ 100 പേര് കൂടി 8 മണിക്കൂർ വീതം പണിയെടുത്താൽ അവിടെ 800 മണിക്കൂറാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. യു ഗോട്ട് ഇറ്റ്? അത്രയും ആളുകളുടെ എഫേർട്ട് അവിടെ വരികയാണ്. ആ എഫേർട്ട് കൊണ്ട് എല്ലാവരും വിജയിക്കുകയാണ്. അൺസ്റ്റോപ്പബിൾ വിന്നർ ആവണം എന്നുണ്ടെങ്കിൽ സെൽഫിഷ്നെസ് എടുത്ത് ദൂരെ കളഞ്ഞിട്ട് കൂടെയുള്ള ആളുകൾ കൂടി മികച്ച രീതിയിൽ മാറണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനോഭാവം സൃഷ്ടിച്ചെടുക്കണം. ഇത് പറയാൻ വളരെ എളുപ്പമാണ്. ഹ്യൂമൻ ബീങ് അല്ലെങ്കിൽ മനുഷ്യൻ എന്ന് പറയുന്നത് ഒരുപാട് സെൽഫിഷ് ആയിട്ടുള്ള ഒരു ജീവിയാണ്. ഞാനീ പറയുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. സെൽഫിഷ്നെസ് ഏറ്റവും കൂടിയ ഒരു കാറ്റഗറിയാണ് നമ്മൾ മനുഷ്യരെന്ന് പറയുന്നത്. അതിനെ എപ്പോഴാണോ എടുത്ത് കളയാൻ കഴിയുന്നത് അവിടം തൊട്ടായിരിക്കും വിജയത്തിന്റെ ആദ്യ ചവിട്ടുപടി തുടങ്ങുന്നത്. അതുകൊണ്ട് വിൻ ആറ്റിറ്റ്യൂഡ് പഠിക്കുക. ഞാനും ജയിക്കണം, ബാക്കിയുള്ളവരും ജയിക്കണം, ഈ ലോകത്തിൽ എല്ലാവരും ജയിക്കണം. ആ ഒരു കോൺസെപ്റ്റ് കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നതും ഒരു അൺസ്റ്റോപ്പബിൾ വിന്നർ ആവാൻ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പൊ പറഞ്ഞ ഈ 6 കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനും നിരന്തരമായി പ്രാക്ടീസ് ചെയ്ത് അതൊരു ഹാബിറ്റാക്കി മാറ്റാനും കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഏത് മേഖലയിലാണോ ഒരു അൺസ്റ്റോപ്പബിൾ വിജയിയായി മാറാൻ ആഗ്രഹിക്കുന്നത് അവിടെ അൺസ്റ്റോപ്പബിൾ വിജയിയായി തന്നെ മാറും. കാരണം ഇത് അതിൻ്റെ കൂട്ടാണ്, അതിൻ്റെ റെസിപ്പിയാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഐ ആം റെഡി ടു ഫോളോ എന്ന് അർത്ഥം വരുന്ന രീതിയിൽ IRF എന്ന് വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്തേക്കുക. IRF എന്ന് വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്തേക്കുക. ഇതേപോലെ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക. അവിടെയുള്ള ഓൾ ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ഉള്ളിൽ തോന്നിയ ഒരു വികാരം, അൺസ്റ്റോപ്പബിൾ വിന്നർ ആവാനായി എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്ന് നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ ആ ഐഡിയ കൂടി കമന്റ് ചെയ്യണം. ഈ വീഡിയോ കാണുന്ന മറ്റുള്ള ആളുകൾക്കും ഒരുപക്ഷെ അതൊരു റെഫറൻസ് ആയി മാറിയേക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. Wishing you all the very best. NK signing off.